ബാഗ്ദാദ് യുദ്ധത്തെക്കുറിച്ചുള്ള കവിതയാണ്. ഈ ഇറാഖിൽ യുദ്ധം നടക്കുന്ന കാലത്ത് എഴുതിയതാണ് ഞാൻ. ഈ കവിത, എൻ്റെ കവിതകൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്താൻ എൻ്റെ കയ്യിൽ കിട്ടിയ ആയുധമായിട്ട് ഞാൻ എൻ്റെ കവിതയെ കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിചിതമായ ഇടങ്ങളിലൂടെ ആയിരിക്കും എൻ്റെ കവിത കടന്നു പോകുന്നത്. അതുകൊണ്ടുകൂടെ ആയിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ കവിതകൾ കയറി വരുന്നത്. എപ്പോഴും തീർച്ചയായും ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനെ ആയാൽ പോരാ എന്ന ചിന്ത നമ്മുടെ എല്ലാം ഹൃദയത്തിലുണ്ട്. ഞാൻ ഈ ബാഗ്ദാദ് എഴുതുന്ന കാലത്ത് അലി ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ചിത്രം അന്ന് പത്രങ്ങളിൽ ധാരാളമായി വരുമായിരുന്നു. അവനെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10-27 വയസ്സ് വരും. അന്ന് 12 വയസ്സുകാരനാണ്. അവനിങ്ങനെ ആട് മേയ്ക്കാൻ പോകും. ആട് മേയ്ക്കാൻ പോയി ഒരു ദിവസം ഇങ്ങനെ ആട് മേയ്ക്കാൻ പോകുമ്പോൾ അവനെ പെട്ടെന്നൊരു പൊതി പൊട്ടിത്തെറിച്ചിട്ട് അവൻ്റെ 2 കൈയും ഇങ്ങനെ തെറിച്ചു പോവുകയാണ്. അപ്പം ബോധക്ഷയനായി വീഴുന്നു. ഭാഗ്യത്തിന് ആരൊക്കെയോ കാണുന്നു. ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവനെ ഇങ്ങനെ ഈ വെള്ള തുണി ഇങ്ങനെ ചുറ്റി കിടത്തിയിരിക്കുകയാണ്. ശരീരം മുഴുവൻ ഇങ്ങനെ ബാൻഡേഡ് ചുറ്റി ഇങ്ങനെ, കൈയില്ല, 2 കൈയും ഇല്ല. അപ്പം ഇവൻ ഞെട്ടി ഉണരും ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമ്മൾ സയൻസ് പറയുന്നത് ഈ കുറേ ദിവസത്തേക്ക് നമ്മുടെ കൈ അറ്റുപോയാലും അവിടെ കൈ ഉണ്ടെന്നൊരു തോന്നലുണ്ടാവുന്നതാണല്ലേ. അതായത് നമ്മുടെ ഹൃദയത്തിലെ സെൻസ്, ബ്രെയിനിലെ സെൻസ് എന്ന് പറയുന്നത് ഇങ്ങേറ്റം വരെ കാണും. ഇവിടം വരെ ഇവിടം വരെ ഉള്ളെങ്കിലും സെൻസ് ഇവിടം വരെ കാണും. അപ്പം ഞാൻ കൈയൊക്കെ ഇട്ടുമ്പോൾ പിടിക്കുകയാണ്, ചായയൊക്കെ എടുക്കുകയാണ്, ഇങ്ങനെ ഇത്രേ ഉള്ളെങ്കിലും അങ്ങ് അകലെ ഇരിക്കുന്ന അത് അങ്ങനെ. അപ്പോൾ അവൻ ചോദിക്കും, ഉമ്മ നാളെ ആട് മേയ്ക്കാൻ പോകാൻ എൻ്റെ കൈ എവിടെ എന്ന്. ഈ ചോദ്യം എന്ന് പറയുന്നത് ലോകത്തിലെ സകല ഫാസിസ്റ്റുകളോടുമുള്ള, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാവരോടുമുള്ള, യുദ്ധ കൊതിയന്മാരോടുള്ള, രൗദ്രഭാവങ്ങളെ ആരാധിക്കുന്ന ഭരണാധികാരികളോടുള്ള വലിയൊരു ചോദ്യമാണ്. ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മുടെ തലമുറകൾക്ക് നൽകുവാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ കാലത്തെ അമ്മമാർക്കുണ്ടായ വേദനയാണ്. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം, നിറകണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ. 2 കൈയും പോയവൻ്റെ സ്വപ്നങ്ങൾ പ്രാർത്ഥനയിൽ 1 കൈയെങ്കിലും വേണമേ എന്നായിരിക്കും അല്ലേ. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായൊരു ബാല്യം, നിറകണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ, പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുരശയ്യയിലാർദ്രം. അപ്പം അലി ഇസ്മയിലാണ് സത്യത്തിൽ ഈ കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഈ ഉമ്മമാരൊക്കെ എങ്ങനെ അവിടെ തുണിപ്പൊതികൾ പോലെയാണ് ഉമ്മമാർ കിടക്കുന്നത്. കാരണം മൊത്തം ഈ കറുത്ത തുണി ചുറ്റിയ അമ്മമാരാണല്ലോ. അപ്പോൾ അവരിങ്ങനെ അവർ ചത്ത് കിടക്കുകയാണെങ്കിലും അത് ചത്ത് കിടക്കുകയാണെന്ന് തോന്നില്ല, കുറേ കറുത്ത തുണി കിടക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ അപ്പോൾ നോക്കുമ്പോൾ ചാനലുകളിൽ കാണുന്ന വിഷ്വൽസാണ് ആ കവിതയിലുള്ളത്. ഞാനങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു ഉമ്മയുടെ ഇതിൽ ഒരു കുഞ്ഞിൻ്റെ മൃതശരീരം, ഒരു കുഞ്ഞിങ്ങനെ മരിച്ചു കിടക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ മാറിങ്ങനെ അമർത്തി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാണിച്ചു പോകുമ്പോൾ ഒരു കൈ മാത്രമേ ഉള്ളൂ, ഒറ്റ കൈ, ബാക്കിയൊന്നുമില്ല. കുഞ്ഞും ആ അമ്മയുടെ കൈയും മാത്രമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വെടിയുണ്ടയും വാൾമുനത്തുമ്പും അന്ത്യമായി ചെന്ന് കൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണ് എന്ന സത്യത്തിൽ ദൈവം പിറക്കേണ്ടതുണ്ട് ഇനിയും എന്ന് വിചാരിക്കുന്നു പ്രിയപ്പെട്ടവർ. ഇപ്പോഴും നമ്മുടെ നാട് പല കാര്യങ്ങൾ കൊണ്ട് പല അർത്ഥത്തിൽ സമ്പന്നമാണ്. ഇപ്പം കേരളമൊന്നും നേരിട്ട് ഒരു യുദ്ധത്തിൻ്റെ കെടുതിയൊന്നും അനുഭവിച്ചിട്ടില്ല. നമ്മളൊന്നും അങ്ങനെ യുദ്ധം എന്താണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. ഇവിടുത്തെ വടക്കേ ഇന്ത്യയിലെ പല ജനസമൂഹങ്ങളും അതിനെ ത്യാഗം കുറെ കാലങ്ങൾക്ക് മുമ്പ്, ആ സ്വാതന്ത്ര്യകാലത്തിന് അതിന് മുമ്പും ഒക്കെ അനുഭവിച്ചിട്ടുള്ളത്. നമ്മൾ അത്ര പോലും അനുഭവിച്ചിട്ടില്ല. നമുക്ക് പലായനം എന്താണ് എന്നറിയില്ല. പലായനം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായി വരാൻ പോകുന്ന ഒരു കാലമുണ്ട് ഇന്ത്യയിലും. കാരണം ഇന്ത്യയിൽ നിൽക്കാൻ കഴിയുന്നവർ ആരൊക്കെ, ഭരണഘടന പരിഷ്കരിക്കുന്ന ഒരു കാലം വരുമ്പോൾ ഇന്ത്യയിൽ ആരെല്ലാമാണ് സിറ്റിസൺസ്, ആരെല്ലാം സിറ്റിസൺസ് അല്ലാതെ ഇന്ത്യയിൽ ജീവിക്കേണ്ടി വരും. അങ്ങനെ സിറ്റിസൺസ് അല്ലാതെ ജീവിക്കേണ്ടി വരുമ്പോൾ അവർക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം അവകാശങ്ങൾ ഉണ്ടാകില്ല. അഥവാ എന്തെങ്കിലും സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾക്ക് വേറെ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ വേണ്ടി വന്നാൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും എന്നെല്ലാം ചിന്തിക്കേണ്ടി വരികയും, അങ്ങനെ പലായന ദുഃഖം എന്താണെന്ന് കൂടെ നാളെ മറ്റന്നാൾ അറിയാനും പോകുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം.
ഇപ്പം തന്നെ ഇന്ത്യ എൻ്റെതാണെന്ന് പറയാൻ എല്ലാവർക്കും പറ്റുമോ? ചില ആൾക്ക് എൻ്റെ ഓഫീസിലെ ഒരു ഒരു കുട്ടിയൊന്നുമല്ല, 40 വയസ്സ് 45 വയസ്സുണ്ട്, എൻ്റെ പിന്നെ ജീവനക്കാരിയാണ്. എൻ്റെ ഇപ്പോഴത്തെ മലയാളം മിഷൻ ഓഫീസല്ല, ഞാൻ വിക്ടേഴ്സ് ചാനലിൻ്റെ മേധാവിയായിരുന്നു കുറച്ച് കാലം. നമ്മുടെ കോവിഡ് കാലത്ത് ലോകത്തിന് ഒരു മാതൃക കൊടുത്തു, നമ്മൾ എങ്ങനെ ജനകീയ വിദ്യാഭ്യാസം എങ്ങനെ ഓൺലൈനായിട്ട് അത് ചെയ്ത് വിക്ടർ, ആ കാലത്ത് അതിൻ്റെ മേധാവിയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ജീവനക്കാരി എന്നോട് ഒരു ദിവസം പറയണം, മാഷെ ഞാൻ എൻ്റെ മക്കളെ പിന്നെ ഫ്രാൻസിൽ വിട്ടു മാഷെ, ഫ്രാൻസിൽ അവിടെ തന്നെ താമസിക്കാനും തീരുമാനിച്ചു, അവരെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യിക്കുകയാണ്. ഇവിടെ ഇനി പറ്റൂല, നമ്മളൊക്കെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചു പോകും, ഇനി എൻ്റെ മക്കൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റൂല, അവൻ്റെ പേരിൻ്റെ പ്രശ്നമുണ്ട്, അവളെ പേര് പ്രശ്നമാണ്, അതുകൊണ്ട് വേണ്ട. അങ്ങനെ ഒരു അമ്മയ്ക്ക് പറയേണ്ടി വരുന്ന ഭീതി നമ്മുടെ നാട്ടിലുണ്ടാവുക എന്ന് പറയുന്ന അത്ര നല്ല കാര്യമാണ്. ഇന്ത്യ എൻ്റെ സ്വന്തമെന്ന നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്കു കാവലാകണം. ഇന്ത്യ എൻ്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്കു കാവലാകണം. വടക്കു നിന്നിരുട്ടു വന്നു മൂടുമീ കറുത്ത നാൾ, വെളിച്ചമുള്ള നാളമായി നമുക്കു മാറണം. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണിന്ത്യ എന്ന നേരു ചൂണ്ടണം. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണിന്ത്യ എന്ന നേരു ചൂണ്ടണം. വിത്തു തിന്നു വിളവു തിന്നൊരൊറ്റ മരം മാത്രമുള്ള കെട്ടകാടതാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യയെ. നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണത്. 100 വർണ്ണമുള്ള 100 പൂവുകൾ, നാനാത്വമുള്ള, ബഹുസ്വരതയുള്ള, വൈവിധ്യ സമ്പൂർണമായ, അതിൽ ഏകത്വമുള്ള ഗംഭീര സുന്ദരമായ ഒരു പൂവനമാണ് ഇന്ത്യ എന്ന നേര് ചൂണ്ടണം നോക്ക് വീണ്ടും വീണ്ടും. അല്ലാതെ വിത്ത് തിന്ന് വിളവ് തിന്ന ഒറ്റ മരം മാത്രമുള്ള ഒരു റബ്ബർ കാടായി നാളെ മറ്റന്നാൾ ഭാരതം മാറുവാനേ പാടില്ല. വൈവിധ്യ സമ്പൂർണമായ മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതിഗംഭീരമായ പൂവനമായി തന്നെ നമ്മുടെ നാടിനെ നിലനിർത്തുവാൻ പുതിയ മക്കളെ പ്രാപ്തമാക്കുവാൻ ഉണർന്നിരിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും എന്ന് സത്യമാണ്. വർത്തമാന കാലഘട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് കവിതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മക്കൾ അത് ഏറ്റുപാടുന്നു എന്നതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സംതൃപ്തിയും ഊർജവും അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോകുമ്പോഴും അവർ നമ്മുടെ ഭാഷയുടെ 4 വരി അവരെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പാടിയ മക്കൾ 3 ആളുകളും, അർപ്പിതയും ശ്രദ്ധയും വർഷയും രുദ്രയും, 4 പേരും അതിഗംഭീരമായി കാണാതെ ഇത്രയും വരികൾ, അതിൻ്റെ വികാരം അല്പം പോലും ചോർന്നു പോകാതെ അവരുടെ ഹൃദയം കൊടുത്ത് ആലപിക്കുക ആണ് ചെയ്തത് കേട്ടോ. അത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ളതിൽ ഈ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ഞാൻ വളരെ വളരെ സന്തോഷവാനാണ്. നാളെ ഒരു കവിക്ക് ഇങ്ങനെ അവസരം ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ മലയാള ഭാഷ നിലനിൽക്കുമോ എന്നതിനെ സംബന്ധിച്ച് ഭീതിയുള്ള ഒരു കാലത്ത് ഇപ്പോഴും എൻ്റെ ഭാഷയെ അവരുടെ ഹൃദയത്തിൽ തൊട്ട് നിർത്താൻ എൻ്റെ ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു വരിക്കും ഒരു സ്ഥാനമുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ധന്യതയാണ് ഈ മീറ്റിങ്ങിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നത്. അപ്പം പക മക്കൾ മനോഹരമായിട്ട് ചൊല്ലി, ശ്രദ്ധ. അപ്പോൾ പക അവൾ വളരെ ഞാൻ എൻ്റെ ഈ കവിത എൻ്റെ മനസ്സിലുള്ള വെച്ച് വികാരവും കൂടെ ചേർത്താണ് ചൊല്ലുന്നത്. അതാണ് അതിൻ്റെ. ഇപ്പം എഴുതുമ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എഴുതിയതിനു ശേഷം ഏതൊരു എഴുത്തുകാരനും സംഭവിക്കുന്നത്, ഇതിങ്ങനെ ഇതായിരുന്നില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കുറച്ചുകൂടെ ആകണമായിരുന്നത് തോന്നലില്ലാത്ത ഒരു എഴുത്തുകാരും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ പക എഴുതുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇതല്ല എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ ആ പറയാനുള്ളതിനെയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനത് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ആ വികാരം കുറച്ചുകൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ അനുകരിക്കേണ്ടി വരുന്നു മക്കൾക്ക് എന്നുള്ളത് ഒരു ചെറിയൊരു പരിമിതി തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അവർ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അത് അനുകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷനുണ്ട്, അത് വളരെ പ്രധാനമാണ്. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു. നമുക്ക് മനുഷ്യന് ദുരമൂത്തു പുഴ കറുത്തു, മനുഷ്യന് ചതിമൂത്തു മലകൾ വെളുത്തു, തിരമുത്തമിട്ട കരിമണൽ തീരത്ത് വരയിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തു. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല, പിന്നെ ഏതാ കരിമ്പുക ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല, പിന്നെ എന്താ വിഷം തിന്ന തെച്ചി. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു
പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. ഈ പെരിയ ഈ കാസർഗോഡിലെ പല മേഖലകളിലൂടെ യാത്ര ചെയ്യണം. നിങ്ങൾ പോകുമ്പോൾ കാസർഗോഡൊക്കെ കാണേണ്ട സ്ഥലമാണ് കേട്ടോ. നമുക്ക് പഞ്ചസംസ്കാരങ്ങളെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നാടാണ് കാസർഗോഡ്. അപ്പോൾ ഈ കാസർഗോഡിൽ ഈ പെരിയയിലൂടെയൊക്കെ പോകുമ്പോൾ ഇപ്പോഴും വീടുകളിലൊക്കെ ഒന്ന് പോയാൽ അവിടെ മക്കളുണ്ട് ഇങ്ങനെ വയറൊക്കെ തള്ളി ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന. എന്താ സംഭവം? അവിടെ മുകളിൽ നിന്ന് മഴവില്ലുകൾ ഇങ്ങനെ വെയിലത്ത് കാണുകയാണ്. അപ്പം UP സ്കൂളിൽ അവിടുത്തെ കുട്ടികളെല്ലാം ഇങ്ങനെ ഓടിച്ചെന്ന് നോക്കണം. മഴവില്ല് മുഖം കംപ്ലീറ്റ് മഴവില്ല് മാത്രമല്ല, ഈ മഴവില്ലുകൾ ഇങ്ങനെ മാനത്ത് നിറയുന്നു. എല്ലാ കുട്ടികളും ഇങ്ങനെ അതിൻ്റെ അമ്പോട്ട്. എന്താ സംഭവം? അവിടെ പ്ലാന്റേഷനുകളിൽ ഹെലികോപ്റ്ററിൽ രാസതീർത്ഥം തളിക്കുമ്പോൾ വെയിലടിച്ചിട്ട് ഇങ്ങനെ മഴവില്ല. അത് കണ്ടു നിന്ന മക്കൾ, അവരുടെ മക്കൾ അവരാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാസതീർത്ഥം കുടിച്ച് ആമാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ. രാസതീർത്ഥം കുടിച്ചാമാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ. പറയുമ്പോൾ എനിക്ക് ഇമോഷൻ ഉണ്ടാവുന്നത് ഇതാണ്. രാത്രികൾ പോലെ കറുത്ത തുമ്പപ്പൂവ് രാസതീർത്ഥം കുടിച്ച് ആമാശയം വീർത്ത് മാത്രാവബോധം മറഞ്ഞ പേക്കുട്ടികൾ. രാത്രികൾ പോലെ കറുത്ത തുമ്പപ്പൂവ് രോഗമില്ലാതെ ഉണങ്ങുന്ന വാകകൾ. ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. ഒരു നിപ്പയ്ക്കും അടുത്ത നിപ്പയ്ക്കും ഇടയിലുള്ള ഇടവേള മാത്രമാണ് ഇപ്പോഴും നമ്മുടെ എല്ലാം മർത്യജന്മം എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. രണ്ട് കൊടുങ്കാറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ശാന്തത മാത്രമാണ് നമ്മുടെ എല്ലാം ജീവിതം. എപ്പോഴാണ് ഈ രണ്ട് കൊടുങ്കാറ്റുകളും പരസ്പരം പൂരകങ്ങൾ ഒരുമിച്ച് കൂടുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. തിരയായി തീരത്തശാന്തിയായി തേങ്ങലായി പതയുന്നു പുകയുന്നു പ്രകൃതിയുടെ പക. അപ്പം പക മനോഹരമായിട്ട് മോള് ശ്രദ്ധ ചൊല്ലി. അതുപോലെ വർഷ രേണുക ഗംഭീരമായിട്ട് ആലപിച്ചു. വർഷ അത് ആലപിക്കുമ്പോൾ ആ രേണുക എന്ന് പറഞ്ഞ കവിത എഴുതുമ്പോൾ അതിലെ പ്രണയ നഷ്ടത്തിൻ്റെ സൗന്ദര്യത്തെയും പ്രണയ നഷ്ടത്തിൻ്റെ വേദനയും എല്ലാം അടയാളപ്പെടുത്തുന്ന രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി രീതിയിലാണ് ഞാൻ അത് ആലപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ ഒരുപടി ഉയർത്തിയാണ് മോള് അത് ആലപിച്ചത്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം, വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. എപ്പോഴോ തട്ടിത്തകർന്ന് വീഴുന്നു നാം, നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടും. അല്ലേ? ഈ പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന നഷ്ടം അതാണ്. നഷ്ടങ്ങൾ അറിയാതെ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്ത് നഷ്ടപ്പെട്ടു പോകും. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്ക്. ഈ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്ക് മാത്രം വന്ന് നമുക്ക് കാമുകിയോട് മാത്രമോ അല്ലെങ്കിൽ കാമുകനോട് മാത്രമോ പറയാൻ പറ്റിയ വാക്കുകളല്ല. ആരോടും പറഞ്ഞൂടെ? കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങളെ ഒരു ദിവസം നിങ്ങളുടെ മക്കൾ, മോനും മോളും ഒരു നല്ല ഊരുന്ന കക്ഷികളായിരിക്കും. അവർ നിങ്ങളെ ഒരിടത്തേക്ക് കൊണ്ടുപോകും. വൈകുന്നേരം ഒരു കാറിലേക്ക് കയറി ഫുഡൊക്കെ കഴിച്ച് വൃദ്ധസദനത്തിൽ കൊണ്ടിറക്കും. ഇങ്ങനെ അതുപോലെ നല്ല കാശൊക്കെ മുടക്കിയിട്ടുണ്ട്. അച്ഛാ അമ്മ ഒരു പ്രശ്നമില്ല, കൂടെ നിങ്ങളുടെ പ്രായത്തിലുള്ള ധാരാളം ആളുകളുണ്ട്, അത് കാണിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞ് അവിടെ ഇറക്കി വിടും. നല്ല ഫീസൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ മാസവും ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ അവസാനമായി ആ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് അവനെ വിളിക്കണം. മോനെ, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം എന്ന് ചോദിക്കണം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. മക്കൾക്ക് അച്ഛനമ്മമാരോടും ചോദിക്കാം. ഭയങ്കര തിരക്ക്, ബോർഡിങ്ങിൽ കൊണ്ട് തള്ളുമല്ലോ. നല്ല കാശൊക്കെ കൊടുത്ത് കൊള്ളാവുന്ന ബോർഡിങ്ങിൽ ആവശ്യം പോലെ അവിടെ നിന്ന് കാശൊക്കെ കൊടുക്കുന്നുണ്ട്. പഠിച്ചോളണം, രാത്രിയും പകലും പഠിച്ചോളണം. പഠിക്കുന്നതിന് ആവശ്യമായ കാശുണ്ട്, ആവശ്യമുള്ള ഫീസ് കൊടുക്കും, മറ്റെന്തെങ്കിലും ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ പഠിച്ചോളണം. ഞങ്ങൾക്ക് ജോലി ഭയങ്കര ബഹളം.
അങ്ങനെ ബോർഡിങ്ങിൽ കൊണ്ട് ഇറക്കി നിർത്തുമ്പോൾ മോന് വേണമെങ്കിൽ തിരിഞ്ഞെന്ന് ചോദിക്കും, അച്ഛാ എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം, നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം എന്ന് പറയാം അല്ലേ? അല്ലാതെ ആ സമയത്ത് പറയരുത് എന്നെ കൊണ്ടുവന്ന് വൃത്തസ്ഥാനത്ത് തള്ളി എന്നൊന്നും പിന്നെ പറയരുത് അന്ന്. കാരണം ഇപ്പം എന്നെ ബാല്യത്തിൽ കൊണ്ട് തള്ളി. അപ്പോൾ എനിക്ക് തരാത്ത ബാല്യം, നിങ്ങൾ എനിക്ക് ബാല്യം തന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ വാർദ്ധക്യവും ഞാൻ തിരിച്ചു തരില്ല. നമ്മൾ പുതിയ തലമുറയെ കുറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ കൊണ്ടുവന്ന് വൃത്തസ്ഥാനത്തിലാക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറയും. അപ്പോൾ ആലോചിക്കേണ്ട, അവൻ്റെ യൗവനം ബാല്യം കൊടുത്തോ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവന് കൊടുത്തിട്ടില്ല. അവന് ബാല്യം കൊടുക്കാത്തോണ്ട് അവൻ നമുക്ക് എന്ത് തന്നില്ല? വാർദ്ധക്യം. അതുകൊണ്ട് അങ്ങ് സമാധാനിക്കണം. ഏതായാലും ആ സമയത്തൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഈ വാക്കുകൾ. അതുകൊണ്ട് ഭാഷ അങ്ങനെ നമ്മുടെ എല്ലാ ഇടങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ആ അർത്ഥത്തിൽ രേണുക എന്ന കവിത വർഷ ഗംഭീരമായിട്ട് ചൊല്ലി. അതിന് മോള് രുദ്ര ചൊല്ലിയതിൻ്റെ സൂര്യകാന്തി നോവെന്ന കവിതയാണ്. പെൺമക്കൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അമിതമായ വേദനകളുണ്ട് അല്ലേ? പെണ്ണ് പിഴച്ചതാണില്ല അവൾക്കില്ല മാന അഭിമാനങ്ങൾ, മാനനഷ്ടം പന്നിയെപ്പോലെ മുരളുന്നു ചെന്നായ, പത്രങ്ങൾ അതിനെ പാത്രങ്ങളാക്കി വിളമ്പുന്നു, ഛർദിൽ മണക്കുന്ന ഈ പ്രഭാത സദ്യ. വൈകുന്നേരങ്ങളായി കഴിഞ്ഞാലും അത് തന്നെ. ഇരകൾക്ക് പിറകെ കുതിക്കുന്ന പട്ടികൾ, പതിവായി കുരച്ചു പേയാടുന്ന സന്ധ്യകൾ അല്ലേ? സന്ധ്യകളായ ഇത് തന്നെ പരിപാടി. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും. പെൺകുട്ടിയുടെ മുഖം മാത്രം ഇങ്ങനെ ബ്ലർ ചെയ്ത് കളയും. മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ, അതിൽ മുറിയുന്ന ഹൃദയങ്ങൾ ആര് കണ്ടു? അമ്മയില്ല, പെങ്ങളില്ല, പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ടകാലങ്ങളിൽ. ഉള്ളതോ ഉന്തി നിൽക്കും മാംസഭംഗികൾ, ഉന്മാദ നിമ്നോന്നതങ്ങൾ തൻ കാന്തികൾ. അങ്ങനെ ആ വർത്തമാനകാലത്തെ അടയാളപ്പെടുത്തിയാണ് ആ കവിത. മോള് അതിഗംഭീരമായി ചൊല്ലി. പിന്നെ സജി എന്നെക്കുറിച്ചാണ് ചൊല്ലിയത്. അത് അത്ര വേണമെന്ന് എനിക്ക് തോന്നിയില്ല അല്ലേ? നമ്മളൊരു വലിയ കവിയല്ലല്ലോ ഞാൻ. അപ്പം മറ്റൊരു കവിയെക്കുറിച്ച് അങ്ങനെ ഉയർന്നാലും അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് അത് ചെയ്തത്. അതിലുള്ള നന്ദിയും ഞാൻ അദ്ദേഹത്തോട് രേഖപ്പെടുത്തുന്നു. അപ്പം ഈ രുദ്രമോൾ ചൊല്ലിയ ഈ സൂര്യകാന്തി നോവ് എന്ന കവിതയെ തുടർന്ന് ഞാൻ എഴുതിയൊരു കവിതയാണ് കനൽപ്പൊട്ട് എന്ന കവിത. നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാനത് ചൊല്ലട്ടെ. മറ്റേ കവിതകൾ ഇവർ ചൊല്ലിയതുകൊണ്ടേ സമയമില്ലല്ലേ? സുധീർജിക്ക് അറിയാവൂ. അദ്ദേഹം പിന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവർ, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഭാഗമാണ്. എൻ്റെ മലയാള മിഷൻ്റെ ഭരണസമിതിയിലെ പ്രധാന അംഗവും കൂടെയാണ് അദ്ദേഹം. നല്ല മാധ്യമ പ്രവർത്തകനും സംഘാടകനുമാണ്. അപ്പോൾ അദ്ദേഹം ഞാനിവിടെ വരുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കൂട്ടായ്മകളിലേക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അതിനെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും? തൃപ്തിപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഒരുപാട് സമയം ഇപ്പോൾ തൽക്കാലം അല്ലെങ്കിൽ ഇനി ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഗംഭീരമായിട്ട് ഒരുമിച്ചിരിക്കാൻ കഴിയും. അപ്പം ഞാനതുകൊണ്ട് ഈ കനൽപ്പൊട്ടെന്ന് എൻ്റെ ഒരു കവിതയിൽ കുറച്ച് പേര് ചൊല്ലും. ഈ കനൽപ്പൊട്ടെന്ന് പറയുന്നത് പെൺമക്കൾ, സ്ത്രീധനം ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും കണ്ടില്ലേ? ഈ കൊല്ലത്തൊരു പയ്യൻ അവൻ ഈ പാമ്പിന് കൊട്ടേഷൻ കൊടുത്തു ഭാര്യയെ കൊല്ലാൻ. അവൾക്ക് എന്താ ഇത് കുറഞ്ഞു പോയതുകൊണ്ടേ. എന്നിട്ട് വേറെ അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ മനുഷ്യർ. അപ്പോൾ ഈ പുരുഷനും സ്ത്രീയും ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് ഇപ്പോഴും നമ്മുടെ ഇവിടെയും ദില്ലിയിലായാലും എവിടെ ആയാലും ഇപ്പോഴും അങ്ങനെ തന്നെ. ആണ് മുകളിലും പെണ്ണ് ഇപ്പം താഴെയുമാണ്. അത് നമ്മുടെ മതങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ച ഒരു കുഴപ്പമാണ്. ആദ്യം ഉണ്ടായത് ആരാണ്? ഔവ്വ അല്ല. ആദ്യം ഉണ്ടായതാരാണ്? ആദമാണ്. പിന്നെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ബോറടിക്കുന്നത് കണ്ടപ്പം അങ്ങനെയാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. ആദ്യം ആദം. അപ്പം ഇതുകൊണ്ട് തന്നെ സെക്കൻഡറി ഇമ്പോർട്ടൻസ് സ്ത്രീക്ക് ഇപ്പോഴും ലോകത്ത് മിക്കവാറും ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിലുണ്ട് കേട്ടോ, അവിടെയൊക്കെ മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തും ആ വ്യത്യാസമുണ്ട്. അത് കൂടുതലുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പം അല്ല, സത്യത്തിൽ പെണ്ണിൻ്റെ സ്ത്രീയുടെ ബോധം എന്താണ്, അവരുടെ എന്താ ശക്തി എന്താണെന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ അത് ബോധ്യപ്പെടുത്താനാണ് ഈ കവിത. ഇനി ഈ കവിത എഴുതുന്നതിൻ്റെ പിന്നിൽ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഞാൻ എപ്പോഴും പറയും, അതുകൂടെ അറിയണം. ഇത് പ്രണയത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ഒരു സങ്കല്പവും കൂടെ ഉണ്ട്. അതും കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കവിത എഴുതുന്നത്. എന്താണെന്നറിയാമോ? പ്രണയത്തെക്കുറിച്ച് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം. ഒരു പുതിയ സിനിമാ പാട്ടിൽ ഞാൻ പ്രണയത്തെക്കുറിച്ച് എഴുതിയത് സുഖം കൊണ്ടു മുറിവേറ്റതുപോലെ, തേൻ കനി തിന്നു കൈപ്പേറിയ പോലെ. അതാണ് പ്രണയം. സുഖം കൊണ്ട് മുറിവേൽക്കും അല്ലേ?
സുഖം കൊണ്ടു മുറിവേറ്റതുപോലെ തേൻകനി തിന്നു കൈപ്പേറിയ പോലെ എന്താണു നീ എനിക്കെന്നറിയാനാകാതെ മുന്തിരികൾ പൂക്കുന്നൊരു തോട്ടം എൻ്റെ പ്രിയനേ അതാണെൻ്റെ പ്രണയം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് പ്രണയം. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഗംഭീരമായി തോന്നിയ പ്രണയത്തെക്കുറിച്ച് സങ്കല്പം ഏതാണ്? വേറൊന്നാണ്. അതിങ്ങനെയാണ്. അതെന്താണെന്നറിയോ? പണ്ട് ദൈവം ആദ്യം മനുഷ്യനെ ആണായോ പെണ്ണായോ അല്ല അത്രയും സൃഷ്ടിച്ചത്. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണായോ പെണ്ണായോ അല്ല, മറിച്ച് ഉഭയലിംഗ ജീവിയായിട്ടാണ് അത്രയും. ഉഭയലിംഗ ജീവി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആണും പെണ്ണും രണ്ടും ഉഭയലിംഗം ഉള്ള ഒരു ജീവി. ഇപ്പോഴും ഉണ്ട് ചെടികളിൽ. അല്ല, ചെടികളിൽ രണ്ട് തരം ചെടികളിൽ. എന്താ ഇംഗ്ലീഷിൽ എനിക്ക് രണ്ട് പേര് പറയാം. എന്താ അത്? മലയാളത്തിൽ പരപരാഗണം നടത്തുന്ന ചെടികൾ, സ്വയം പരാഗണം നടത്തുന്ന. അപ്പം സ്വയം പരാഗണം നടത്തുക എന്ന് പറഞ്ഞാൽ ഉഭയലിംഗ ചെടിയാണത്. അതുപോലെ മനുഷ്യനെ പണ്ട് ദൈവം ഉഭയലിംഗ ജീവിയായിട്ടാണ് ആദ്യം സൃഷ്ടിച്ചത്. അങ്ങനെ ഉഭയലിംഗ ജീവിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, ഗംഭീരമായ ശക്തി, പവർ കൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം കണ്ടെത്തി കീഴടക്കാൻ തുടങ്ങിയത്രേ. ദൈവം വരണ്ടുപോയി. കാരണം എന്താ? അയ്യോ, എങ്ങനെ പോയാൽ ഞാൻ ഉണ്ടാക്കിയ ഈ മനുഷ്യനെന്ന സൃഷ്ടി പെട്ടെന്ന് അനധി വിദൂര ഭാവിയിൽ എന്നെ തന്നെ അവൻ്റെ അടിമയാക്കും. കാരണം അവൻ ഈ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം കണ്ടെത്തുന്ന അത്ര പവർ. പെട്ടെന്ന് എന്ത് ചെയ്തു ദൈവം? ഈ മനുഷ്യനെ തിരിച്ചു പിടിച്ചതിനെ രണ്ടായി പകുത്തു വിട്ടു അത്രേ. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും കൃത്യമായ ഒരു പകുതി അടർന്നു പോയിട്ടുണ്ട്. ആ പകുതിയെ കണ്ടെത്താൻ നമ്മൾ നടത്തുന്ന അന്വേഷണത്തിൻ്റെ പേരാണ് എന്തോന്ന്? പ്രണയം. മനസ്സിലായോ? നമ്മളിൽ നിന്ന് കൃത്യമായ ഒരു 50% പോയിട്ടുണ്ട്, കൃത്യമായി അടർന്നു പോയിട്ടുണ്ട്. ആ കൃത്യം അടർന്നു പോയ 50% തിരിച്ചു പിടിക്കാൻ നമ്മൾ നടത്തുന്ന അന്വേഷണമാണ് എന്തോന്ന്? അങ്ങനെയാണ് മാർക്കേസിനെ പോലുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ആ കൃത്യമായി അടർന്നുപോയ ആ കൃത്യം 50% കണ്ടെത്തി എന്നുള്ള എത്ര പേരുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ? ഒരാൾ കണ്ടെത്തി, മോൾ. അപ്പോൾ ദില്ലിയിൽ നിന്ന് പച്ച കള്ളം പറയുന്ന 2 പേരുണ്ട്. ഒരു ഉളുപ്പില്ല അല്ലേ ഇങ്ങനെ പറയാം? ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല എന്നാണ് വയ്പ്. കൃത്യം ആ ഇത് ഇന്നെ 50% കണ്ടെത്തിയവരെ കാണും. ഉണ്ടോ? ഉണ്ട്. 60%, 70% മാക്സിമം. 70% കണ്ടെത്തിയവരുണ്ടെന്നാണ്. പിന്നെ ചില ബിരുദന്മാർ ഒരാളിലൊരു 5%, വേറൊരാൾ 35%, അങ്ങനെ കണ്ടെത്തിയവരെ കാണാം. അവർ ചിലപ്പോൾ 100% എത്തിക്കാണാം. എന്തായാലും അങ്ങനെ ആ കൃത്യമായി അടർന്നുപോയ ആ പകുതിയെ തിരിച്ചു പിടിച്ചാൽ ഉണ്ടാകുന്ന സ്ത്രീ പുരുഷ സമത്വ സങ്കല്പമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തിൽ പിന്നെ മനുഷ്യൻ്റെ മുന്നിൽ ഒരു രഹസ്യങ്ങളും ഉണ്ടാകില്ല എന്നാണ് വയ്പ്. അത്രമേൽ ഉദാത്തമായ ഒരു സൃഷ്ടിയായി പ്രപഞ്ചം മാറും. അങ്ങനെ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പെൺമക്കളെ ഓർത്തുകൊണ്ട് വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക്, വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക്, വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ.
ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ആദ്യമാദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവന് പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. പേടിയാണവന് പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവ്രത്യ താഴടച്ചു ദേവതയാക്കി. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവ്രത്യ താഴടച്ചു ദേവതയാക്കി. വീടകത്ത നൂൽവലി കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. വീടകത്ത നൂൽവലി കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാനടുപ്പുകൊള്ളിയല്ല പെണ്ണവൾ. എരിഞ്ഞു തീരുവാൻ അടുപ്പുകൊള്ളി അല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ടതാമർന്ന തീക്കനൽ. കപട പുരുഷബോധമേ കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അപലയല്ല ചപലയല്ല അഗ്നി എന്നവൾക്കു പേർ. അപലയല്ല ചപലയല്ല അഗ്നി എന്നവൾക്കു പേർ. ഓർത്തുവയ്ക്ക നീ അവൾക്ക് പാതി മാത്രമാണ്. അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭഗം. ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണ്. അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭഗം. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. ആരും ആരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. കാടടക്കി നാടടക്കി ക്ഷീരവധം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിതേ വരെ ചിരം തിരഞ്ഞതാം പരമ്പൊരുൾ നേടുമന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. കാടടക്കി നാടടക്കി ക്ഷീരവധം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിതേ വരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ എന്നാണ് ആ കവിത.